ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അമിഗുരുമി ബോൾ ഉണ്ടാക്കുന്നത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഏത് സൈസിലും നമുക്ക് അമിഗുരുമി ബോൾസ് ഉണ്ടാക്കാം. അതിന് ഒരു ഫോർമുല ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ട് ചെറിയ ബോൾ സാമ്പിൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്. ഓക്കെ, ഇത് സ്മോൾ, ഇത് ഒരു മീഡിയം സൈസ്ഡ് ബോളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏതൊരു സൈസിൻ്റെ ബോളാണെങ്കിലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നീഡിൽ, സ്റ്റിച്ച് മാർക്കർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്കേഴ്സ് എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കത്രിക, പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഹൂക്ക്, കുറച്ച് സിന്തറ്റിക് കോട്ടൺ, പിന്നെ നിങ്ങൾ ബോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കളർ യാൺ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4-പ്ലേ കോട്ടൺ യാണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മാജിക് റിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് കാണാൻ മറക്കല്ലേ. പിന്നെ ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് മാജിക് റിംഗ് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്കൊരു 6 സിംഗിൾ ക്രോഷേസ് ഉണ്ടാക്കാം. ഓക്കെ, 1 2 സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ബേസിക് സ്റ്റിച്ചസ് എല്ലാം ഞാൻ ട്യൂട്ടോറിയൽ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ഇപ്പോൾ 2 3 4 5 and 6. ഓക്കെ, എന്നിട്ട് ഈ യാൺ ജസ്റ്റ് പുള്ള് ചെയ്യുക. അപ്പം നമുക്കിതുപോലെ സെമി സർക്കിൾ പോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഈ ഹോളിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ഈ ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പുൾ ചെയ്താൽ ഇത് ടൈറ്റ് ആയിക്കോളും. ഇനി നെക്സ്റ്റ് റൗണ്ട്, അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ഓരോ സിംഗിൾ ക്രോഷ്യയിലും അതായത് 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. അതായത് ഓരോ സിംഗിൾ ക്രോഷ്യയിലും ഓരോ ഇൻക്രീസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യസ് കിട്ടും. വൺ, സെയിം അതിൽ തന്നെ എഗെയിൻ സിംഗിൾ ക്രോഷ്യ 2. ഓക്കെ, നെക്സ്റ്റിൽ സെയിം 2 ടൈംസ് 1 2. നെക്സ്റ്റിൽ സെയിം 2 ടൈംസ് 1 2. ടോട്ടൽ 6 ആയല്ലോ. നെക്സ്റ്റ് എഗെയിൻ അടുത്ത 3 ഹോൾസിൽ 2 2 വെച്ച് ചെയ്യും. ടോട്ടൽ നമുക്ക് 12 സ്റ്റിച്ചസ് കിട്ടും. 1 2. എഗെയിൻ നെക്സ്റ്റിൽ 1 2. ഓക്കെ, എഗെയിൻ ലാസ്റ്റ് വണ്ണാണ് 1 2. എന്നിട്ട് എൻ്റെ ജസ്റ്റ് തൊട്ടടുത്തതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പം അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് റൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹോളിൽ ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഹോളിൽ 2 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. ഓക്കെ, 1 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ്, അങ്ങനെ ചുറ്റും ടോട്ടൽ. അപ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യസ് കിട്ടും. അപ്പോൾ 1, നെക്സ്റ്റ് ഇതിൽ 2 സിംഗിൾ ക്രോഷ്യസ്. ഓക്കെ, 1 2 ഇൻക്രീസ് ആയില്ലേ. അപ്പോൾ ടോട്ടൽ 3 ആയല്ലോ. സെയിം എഗെയിൻ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 1, നെക്സ്റ്റ് ഹോളിൽ 1, നെക്സ്റ്റ് ഹോളിൽ ഇൻക്രീസ്. എഗെയിൻ
എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ഈ റൗണ്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മളുടെ തേർഡ് റൗണ്ട് കഴിഞ്ഞു. ഇനി എഗെയിൻ നമുക്ക് ഇനി ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ്. ഓക്കെ, അത് ഈ ഫുൾ റൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 24 സിംഗിൾ ക്രോഷേസ് കിട്ടും. ഓക്കെ, അപ്പോൾ 1 2 നെക്സ്റ്റിൽ ഇൻക്രീസ്. ഓക്കെ ഓക്കെ, ഈ സെയിം സാധനം എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. 1 2 നെക്സ്റ്റിൽ ഇൻക്രീസ്. ഇൻക്രീസ് എന്ന് പറയുന്നത് സെയിം ഹോളിൽ 2 സിംഗിൾ ക്രോഷേ, അതാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റത്തെ അതിൽ ജസ്റ്റ് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എഗെയിൻ ഇനി ചെയ്യേണ്ടത് 3 റൗണ്ട്സ്. ഓക്കെ, 1 2 3 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ഇതിൽ ഇൻക്രീസ് 1 2. ഇനി നെക്സ്റ്റിൽ 3 സിംഗിൾ ക്രോഷേ, സെയിം പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. 1 2 3 സിംഗിൾ ക്രോഷേ, നെക്സ്റ്റിൽ ജസ്റ്റ് ഇൻക്രീസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈ റൗണ്ടിൽ 30 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഓക്കെ, ടോട്ടൽ 30 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്, അതായത് നമ്മളുടെ ഈ ബോൾ കണ്ടോ, ഈ ബോളിൽ ഞാൻ ചെയ്തത് ഫസ്റ്റ് റൗണ്ട് 6 സിംഗിൾ ക്രോഷയുടെ, സെക്കൻഡ് റൗണ്ട് ഇൻക്രീസ് വെച്ചിട്ട് നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ്, ദെൻ 2 സിംഗിൾ ക്രോഷേ 2 ഇൻക്രീസ്. അപ്പോൾ അത്രയുമാണ് ഞാൻ ഇതിൽ ചെയ്തിരുന്നത്. അപ്പോൾ 1 2 3 ടോട്ടൽ 4 റൗണ്ട്സ് ആണ് ഞാൻ ചെയ്തത്. അതിനുശേഷം അപ്പോൾ 24 സ്റ്റിച്ചസ് ആണല്ലോ 4 റൗണ്ട്സ് ചെയ്യുമ്പോൾ, ആ 24 സ്റ്റിച്ചസ് വെച്ച് തന്നെ 4 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. 1 2 3 4 റൗണ്ട്സ് 24 സ്റ്റിച്ചസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എഗെയിൻ അത് ആ സെയിം പാറ്റേണിൽ ഡിക്രീസ് ചെയ്തു. അപ്പോൾ എഗെയിൻ 4 റൗണ്ട്സ് കിട്ടി. അപ്പോൾ അങ്ങനെ 4 റൗണ്ട്സ് ഇതുപോലെ ഇൻക്രീസിങ്ങിലോട്ട് വന്നിട്ട് പിന്നെ 4 റൗണ്ട്സ് സെയിം ഈക്വൽ നമ്പർ ഓഫ് റൗണ്ട്സ് ചെയ്തിട്ട് ദെൻ 4 റൗണ്ട്സ് ഡിക്രീസ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ അപ്പോൾ നമുക്ക് കിട്ടുന്ന സൈസ് ഓഫ് ബോളിന്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ 1 2 3, അപ്പോൾ 3 റൗണ്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 റൗണ്ട്സ് ഇൻക്രീസ്, അതേപോലെ 3 റൗണ്ട്സ് ഡിക്രീസ്. ഓക്കെ, ഈ പാറ്റേൺ ആണ് നമ്മൾ ബോളിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. എത്ര റൗണ്ട്സ് ആണോ ഇൻക്രീസ് ചെയ്യുന്നത് വരെ യൂസ് ചെയ്തത്, സെയിം നമ്പർ ഓഫ് റൗണ്ട്സ് ഈക്വൽ നമ്പർ ഓഫ് സ്റ്റിച്ചസ് വെച്ചിട്ട് അപ്പിലേക്ക് സ്റ്റിച്ചസ് ചെയ്തെടുക്കുക, ദെൻ അത്രയും സെയിം റൗണ്ട്സ് ഡിക്രീസ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന നമ്പർ അനുസരിച്ച്, ഇപ്പോൾ ഞാൻ 2 3 നമ്പർ എന്തോ വെച്ചിട്ടാണ് ചെയ്തത്, അപ്പോൾ കിട്ടിയ സൈസ് ഇതും, ഇതൊരു 3 or 4 ഇൻക്രീസ് ചെയ്ത് കിട്ടിയ ബോളിന്റെ സൈസും ആണ്. കണ്ടോ, അപ്പോൾ ഡിഫറൻസ് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഇൻക്രീസ് ഇപ്പോൾ 6 7 10 വരെയൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഭയങ്കര വലിയ ഹ്യൂജ് ബോൾ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്, 3 വരെയാണ്, 3 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര റൗണ്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്, 1 2 3 4 5 റൗണ്ട്സ് ആണ് അല്ലേ. അപ്പോൾ 5 റൗണ്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഈ 30 സ്റ്റിച്ചസ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 5 റൗണ്ട്സ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ അങ്ങനെ 30 സ്റ്റിച്ചസിൻ്റെ 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ നമുക്ക് 4 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ 5 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിക്രീസ്. അപ്പോൾ ഞാൻ ആദ്യം എന്താണ് പറഞ്ഞത്, 5 റൗണ്ട്സ് ഇൻക്രീസിൻ്റെ ചെയ്തു, 5 റൗണ്ട്സ് സെയിം നമ്പർ ഓഫ് സ്റ്റിച്ചസിൻ്റെ റൗണ്ട്സ് ചെയ്തു. ഇനി നെക്സ്റ്റ് 5 റൗണ്ട്സ് എന്ന് പറയുന്നത് ഡിക്രീസിൻ്റെ 5 റൗണ്ട്സ് ആണ്. അപ്പോൾ നമ്മൾ എവിടെ വെച്ചായിരുന്നു നിർത്തിയേ? 3 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ് അങ്ങനെ വെച്ചായിരുന്നല്ലോ ഇവിടെ ഇൻക്രീസ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഡിക്രീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 ഓക്കെ, 3 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ്. അപ്പോൾ ഇൻവിസിബിൾ ഡിക്രീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ നെക്സ്റ്റിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് എഗെയിൻ 1 എടുക്കുക. ഇതാണ് ഒരു ഡിക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമുക്ക് 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2 3 സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് എഗെയിൻ ഡിക്രീസ്, ഫ്രണ്ട് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്തു, നെക്സ്റ്റിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തു, പുറത്തേക്ക് എടുത്തു, എഗെയിൻ യാൺ ഓവർ ചെയ്തു, നെക്സ്റ്റ് ഡിക്രീസ്. അപ്പോൾ അതുപോലെ ഈ റൗണ്ട് തീരുന്നവരെ അങ്ങനെ ചെയ്യാം. അപ്പോൾ 1 2 3 എഗെയിൻ ഡിക്രീസ്. ഓക്കെ, വൺസ് എഗെയിൻ 1 2 3 എഗെയിൻ ഡിക്രീസ്. എഗെയിൻ 1 2 3 again decrease. 1 2 3 നമ്മുടെ ലാസ്റ്റ് ഡിക്രീസ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഓക്കെ, അപ്പോൾ ഡിക്രീസിൻ്റെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഡിക്രീസ് എങ്ങനെയായിരുന്നു? അതിന് ഇവിടെ തേർഡിൻ്റെ തൊട്ട് മുന്നത്തെ എങ്ങനെയായിരുന്നു? 2 സിംഗിൾ ക്രോഷേ 1 ഇൻക്രീസ് ആയിരുന്നല്ലോ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യണം? 2 സിംഗിൾ ക്രോഷേ 1 2 then 1 ഡിക്രീസ്. അപ്പോൾ again 1 2 again decrease. 1 ഫ്രണ്ട് ലൂപ്പിൽ മാത്രം 2 എണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 1 2 again decrease, again 1
again decrease, again 1, 2, again decrease, 1, 2, again decrease. എന്നിട്ട് തൊട്ടടുത്തതിൻ്റെ അവിടെ വന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡിക്രീസ് ആയിട്ട് കിട്ടും. ഇനി നമുക്കിവിടെ സ്റ്റഫിങ് പാർട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ചെയ്തത് 2 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ് ആയിരുന്നു. ഇനി ചെയ്യേണ്ടത് 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ്. ഓക്കെ, 1 ഡിക്രീസ്. അപ്പോൾ എഗെയിൻ 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ്, again 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ്. നമുക്ക് ലാസ്റ്റ് വരെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൽ ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അതായത് ഇപ്പോൾ 12 സ്റ്റിച്ചസ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നിലും ഓരോ ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഫ്രണ്ട് ലൂപ്സ് ഓൺലി ആണ്. ഫസ്റ്റത്തെ 2 എടുത്തു, 1 ഡിക്രീസ്. അതുപോലെ നമുക്ക് ഹോൾ റൗണ്ട് റിപ്പീറ്റ് ചെയ്യാം. 2 ഡിക്രീസ്, 3 ഡിക്രീസ്, 4 ഡിക്രീസ്, 5 ഡിക്രീസ്. ജസ്റ്റ് കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് നീഡിലെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എൻഡ് ജസ്റ്റ് കോർത്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് കോർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഇവിടുത്തെ ഫ്രണ്ട് ലൂപ്സിലൂടെ മാത്രം ഇത് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്യുക. അതേമാതിരി എല്ലാത്തിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഇത് ഇൻസേർട്ട് ചെയ്യാം. 2, 3, 4, 5, 6 ഫ്രണ്ട് ലൂപ്പിൽ മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നു. നമുക്കിത് ജസ്റ്റ് വീവ് ചെയ്തെടുക്കാം. ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. നമുക്കിങ്ങനെ ഒരു റൗണ്ട് കിട്ടി. അപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനൊരു ബോൾ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തത് 5 റൗണ്ട്സ് ഓഫ് ഇൻക്രീസ്, 5 റൗണ്ട്സ് ഓഫ് സെയിം സ്റ്റിച്ചസ്, 5 റൗണ്ട്സ് ഓഫ് ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേരിയസ് സൈസിലെ ബോൾസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഓക്കെ, ബൈ.